കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ നടപ്പാക്കാനുള്ള നീക്കത്തിൽ മന്ത്രിസഭായോഗത്തിൽ ആശങ്കയറിയിച്ച CPI മന്ത്രിമാർ. പദ്ധതിയിൽ ഒപ്പിടാൻ നീക്കമെന്ന മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിമാർ ആശങ്കയറിയിച്ചത്. പദ്ധതി കേരള സർക്കാർ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPMനുമല്ല ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. ആ കാഴ്ചപ്പാട് NEP എന്ന് പറയുന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ്. ഞാനും ബിനോയ് വിശ്വം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു. ഞാൻ അങ്ങനെ ബിനോയ് വിശ്വം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അത് മനസ്സിലാക്കിയിട്ട് പറയാം. മന്ത്രിസഭാ യോഗത്തിൻ്റെ കാര്യങ്ങളിലെ മുഖ്യമന്ത്രി പറയും. വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, RSS അജണ്ടയ്ക്ക് CPIM കീഴടങ്ങില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറയുന്നു. ഇന്ന് മന്ത്രിസഭയിൽ ഇതേ ആശങ്ക CPI മന്ത്രിമാർ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടായോ? എങ്ങനെയാകും തുടർ നീക്കങ്ങൾ? അജണ്ടയിൽ PMC പദ്ധതിയിൽ ഒപ്പിടുന്ന വിഷയം ഉണ്ടായിരുന്നില്ല. അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി ഈ വിഷയം പരിഗണിക്കപ്പെടുമോ എന്ന് CPI മന്ത്രിമാർ പ്രതീക്ഷിച്ചിരുന്നു. ഇതനുസരിച്ച് മുൻകൂട്ടി ആലോചന നടത്തിയ ശേഷമാണ് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിന് പോയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് കൂടിയത്. അതിനുശേഷം 10:30 നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ PMC പദ്ധതിയിൽ ഒപ്പിടാനുള്ള ഏകപക്ഷീയമായ നീക്കത്തിലുള്ള ആശങ്ക CPI മന്ത്രിമാർ പ്രകടിപ്പിച്ചത്. സ്വമേധയാ തന്നെ ഈ വിഷയം CPI നിയമസഭാ കക്ഷി നേതാവായ K രാജനും മന്ത്രിയായ P പ്രസാദും മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു. PMC പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പുവെക്കാനുള്ള നീക്കം നടക്കുന്നതായി മാധ്യമ വാർത്തകളിലൂടെ കാണുന്നു. ഇത്തരത്തിലുള്ളൊരു ചർച്ചകളോ മറ്റ് അഭിപ്രായങ്ങളോ ഒന്നും മുന്നണി യോഗത്തിലോ മന്ത്രിസഭാ യോഗത്തിലോ വന്നിട്ടില്ല. തീരുമാനങ്ങളും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒപ്പിടുന്നത്? ഇത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ആശങ്കാജനകമാണ് എന്നാണ് CPI മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചത്. ഇതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇതര CPM മന്ത്രിമാരോ ഒന്നും പ്രതികരിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷേ മുന്നണി യോഗത്തിലോ മറ്റും ചർച്ച നടക്കുമ്പോഴായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ മറ്റും പ്രതികരണം CPI ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ CPI ഉപേക്ഷിച്ച് ചർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും LDF യോഗം വൈകാതെ വിളിച്ചേക്കും. CPIയുടെ ഈ ഭിന്നത പരിഹരിക്കാനുള്ള ഇടപെടൽ മുന്നണി നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പദ്ധതിയോടുള്ള വിമർശനത്തിൽ CPI ഉറച്ചു നിൽക്കുന്നു. ഈ PMC പദ്ധതിയുടെ ആത്മാവെന്ന് പറയുന്നത് NEP ആണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് സംഘപരിവാർ അജണ്ടയാണ്. അതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന നിലപാടാണ് CPI പ്രകടിപ്പിക്കുന്നത്. അനുജ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.